Welcome back to my YouTube channel. Episode 4 of Pregnancy Journey. 7th വീക്കാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഏകദേശമൊക്കെ 6ാമത്തെ ആഴ്ചയിലുള്ള ലക്ഷണങ്ങൾ തന്നെ ഈ 7ാമത്തെ ആഴ്ചയിലും ഉണ്ടാകും. പ്രധാനമായിട്ട് തളർച്ച നല്ലവണ്ണം കാണും. അതുപോലെ ഉമിനീരിൻ്റെ വായിലിങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉമിനീര് വരുന്ന ഒരു പ്രവണത വരുന്നുണ്ട്. പിന്നെ മണം കൂടുതലായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. അത് സെൻസ് ഓഫ് സ്മെല്ല് കൂടുന്നു നമ്മൾ പറയും. അതുപോലെ ക്രേവിങ്സുകൾ, പുതിയ ഭക്ഷണത്തോട് ഇഷ്ടങ്ങൾ, പിന്നെ ഇഷ്ടം ഉണ്ടായിരുന്ന ഭക്ഷണത്തോട് അതൊരു അവേർഷൻ, അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചുകളുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് മൂഡ് സ്വിങ്സിനെ കുറിച്ചിട്ടാണ്. മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്തുണ്ടാവും. കാരണം അത് ഹോർമോണിൻ്റെ ചേഞ്ചും ഒപ്പം തന്നെ ശരീരത്തുണ്ടാകുന്ന ഈ മാറ്റങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമൊക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. കുട്ടിക്കുണ്ടാകുന്ന വളർച്ചകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 mm സൈസിലൊക്കെ ഉണ്ടാവും. അതായത് ഒരു മുന്തിരിയുടെ വലിപ്പമൊക്കെ ആയി കാണും. മുഖമൊക്കെ ചെറുതായിട്ട് ഫോം ആയിട്ടുണ്ടാവും. ചെറിയ രീതിയിലുള്ള മൂക്കും ചെവിക്കൊക്കെ വരാനുള്ള കുഴികൾ പോലെ ഇങ്ങനെ കാണപ്പെടും. അതുപോലെ കൺപോളയൊക്കെ വളർന്നിട്ടുണ്ടാവും. പിന്നെ ബ്രെയിൻ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് 7th വീക്ക് എന്ന് പറയുന്നത്. ഇനി സ്കാൻ റിപ്പോർട്ടിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റേഷണൽ സാക്ക് കാണാൻ പറ്റും, യോക്ക് സാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഫീറ്റൽ പോൾ ഇതൊക്കെ കാണാൻ പറ്റും. 90 to 110 BPM ആയിരിക്കും ഹാർട്ട് ബീറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ സ്പോട്ടിങ് കൂടുതലായി കാണപ്പെടുന്ന ഒരു വീക്ക് തന്നെയാണ് ഈ ഒരു ടൈം. നോർമലി കാണപ്പെടാറുണ്ട്. അബ്നോർമൽ ബ്ലീഡിങ് ആകുമ്പോൾ ഉറപ്പായിട്ടും ഡോക്ടറോട് പറഞ്ഞിട്ട് അതിനുള്ള അഡ്വൈസ് പ്രകാരം ഇഞ്ചക്ഷനോ ടാബ്ലറ്റോ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. മറ്റ് ലക്ഷണങ്ങളെല്ലാം തന്നെ 6ാമത്തെ ആഴ്ചയിൽ മുൻപേ ഉള്ള വീഡിയോയിൽ എപ്പിസോഡ് 3 പറഞ്ഞതുപോലെ ഉള്ള എല്ലാ ശാരീരിക ലക്ഷണങ്ങളും ഉണ്ടാവുന്നതാണ്. അത് ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. 8th വീക്കിലെ സിംറ്റംസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അത് സ്കിപ്പ് ചെയ്യരുത്. കാരണം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളും മിസ്കാരേജിൻ്റെ വിഷയങ്ങളും ഒക്കെ അതിൽ സംസാരിക്കുന്നതാണ്. താങ്ക് യു.